AICC ചർച്ച ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ ഇപ്പോൾ അഭിപ്രായം പറയും? ചർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് AICC ചർച്ച ചെയ്തതിൽ എനിക്ക് പറയാൻ പറ്റും. എനിക്കറിഞ്ഞുകൂടാ. നേതൃമാറ്റത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ പാർട്ടിയിലെ നേതൃമാറ്റത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടോ? അത് വ്യത്യസ്ത നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അഭിപ്രായങ്ങൾ അതാ ഒരുമിച്ച് കേട്ടിട്ട് AICC ഒരു തീരുമാനം എടുക്കും. അല്ല, അതിപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മളിപ്പോൾ അതെ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരിക്കലും കിട്ടുന്നതല്ല. പെർഫെക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ സംതൃപ്തനാണെന്ന് ചോദിച്ചാൽ പെർഫെക്ഷൻ ഒരിടത്തുമില്ല. എവറി ടൈം യു ഹാവ് ട്രൈ ഫോർ പെർഫെക്ഷൻ എവറി മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കണം, ഞാൻ ഉൾപ്പെടെ. എൻ്റെ സഹോദരങ്ങളെ, ഐക്യം നല്ലവണ്ണമുണ്ട്. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ മനസ്സിലാക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും അവകാശമുണ്ട്, അധികാരമുണ്ട്, മെമ്പർമാർക്ക് അധികാരമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പല കാര്യങ്ങളും വ്യത്യസ്ത അഭിപ്രായം ഓരോരുത്തർ പറയും. ഞാനും പറഞ്ഞു. അതിൻ്റെ അർത്ഥം യൂണിറ്റി ഇല്ലെന്നല്ല. ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഞാൻ പറയട്ടെ, PJ കുര്യനൊന്നും എന്നെ വേണ്ട, അപ്പം പിന്നെ ഒഴിവാക്കിയെന്ന് പറയുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നോട് ചോദിച്ചതാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ്, അന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്നാ? ശശി തരൂരിനെ വന്നുടനെ പുള്ളി വിദേശത്ത് ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി UN സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു, പരാജയപ്പെട്ട് വന്ന ഉടൻ നമ്മളിവിടെ MP ആക്കി. നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി. അദ്ദേഹം രാജിവെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി. അതൊരു വലിയ ഫേവറാണ്. സാധാരണ MP മാർക്ക് കിട്ടുന്നതല്ല. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മന്ത്രിയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അല്ല, അത് പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അദ്ദേഹം പ്രവർത്തിക്കട്ടെ, ആര് തടയുന്നു? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സ്ഥാനവുമില്ല. ഞാനിപ്പോൾ രാഷ്ട്രീയ സമിതി അംഗമെന്നേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം? അദ്ദേഹം MP ആണ്, പ്രഗത്ഭനാണ്, നല്ല പ്രസംഗകനാണ്. അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ്, ഡിപ്ലോമസി ഉണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. അത് അദ്ദേഹം തന്നെയല്ല. ഞാൻ 950 ഇടതുപക്ഷത്തിൻ്റെ ഞാൻ അവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലാടത്ത് ഞാൻ നിന്നു. അത് കഴിഞ്ഞ് 5 പ്രാവശ്യം അവിടെ ജയിച്ചു. കാര്യം എന്താണ്? എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടിയുടെ വോട്ട് കുറച്ച് എക്സ്ട്രാ വോട്ട് കാണും. ഏത് സ്ഥാനാർത്ഥിക്കും കാണും. അദ്ദേഹത്തിനുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരോട് നെക്ക് നിൽക്കുകയായിരുന്നു. അവസാനം അദ്ദേഹത്തെ ജയിപ്പിച്ചത് കടൽ തീരദേശവാസികളായ ഫിഷർമെൻ. അവർ മുഴുവൻ ട്രഡീഷണലി കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താ ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ക്ലെയിമിന് ഒരു അർത്ഥവുമില്ല. അദ്ദേഹം പറയുന്നത് പല ഏജൻസികൾക്ക് സർവേയിൽ താൻ നേതൃപദവി വരാണ് കേരളത്തിൽ. നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കണ്ടില്ലയോ? പല ഏജൻസികളും സർവേകളൊക്കെ ഓരോ പാർട്ടിയെ ഇന്ത്യയെ ജയിപ്പിച്ചത്. ആ സർവേകളുടെ റിസൾട്ടുകളൊക്കെ വല്ല കാര്യമുണ്ടോ? ജനങ്ങൾ ഉണ്ടല്ലോ, ജനങ്ങളുടെ യഥാർത്ഥ പൾസ് എന്ന് പറയുന്നത് ഈ ഏജൻസികൾക്കൊന്നും അറിയാൻ പറ്റില്ല. പല ഏജൻസിയുടെ കാര്യത്തിലൊന്നും എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രവർത്തക സമിതിയിൽ ആ അഭിപ്രായം പറയണ്ടേ? ഞാൻ ചെയ്യുന്നത്, എനിക്ക് പല കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ ആ കമ്മിറ്റിയിൽ പറയും, ഞാൻ പുറത്ത് പറയില്ല. അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള 100 പേരുള്ളൂ സാധ്യമല്ല. എങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റി അത് പറയണമായിരുന്നു. ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വേണമെന്ന് പുറത്തും പറയാം. ആ കമ്മിറ്റി പറയാതെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കുഞ്ഞുങ്ങളെ?
കോൺഗ്രസ് നിന്ന് സാധാരണക്കാരാകുന്നു, ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി അത് തിരിച്ചു അല്ല ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് സാധാരണക്കാരൊന്നും അങ്ങനെ അകന്നിട്ടില്ല. അതൊന്നും ശരിയല്ല. കേരളത്തിൽ ഒട്ടുമേ അകന്നിട്ടില്ല. ഇന്ത്യയിൽ നമ്മൾ പരാജയത്തില്ല. ജനാധിപത്യത്തിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. അപ്പോൾ പരാജയപ്പെടുന്ന ഉടനെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്. കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോണിൽ, അദ്ദേഹം വിദേശത്താണ് കൂടുതൽ സമയം, തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം, സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പോകണം. കൊറോണ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു 2 വർഷത്തേക്ക് തന്നെ 1-2 പ്രാവശ്യം മാത്രമാണ് വന്നത് എന്നുള്ളൊരു സാധ്യതയുണ്ട്. അല്ല, അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ കൊറോണ സമയത്ത് കോൺഗ്രസ്സുകാരും സാധാരണക്കാരും ഒക്കെ വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതിൽ ഒന്നും ഒരു കാര്യം ഞാൻ കാണുന്നില്ല, സൂപ്പർഫിഷ്യലാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ താമസിക്കാതെ പ്രവർത്തിക്കാതെയാണ് അദ്ദേഹം കേരളത്തിലെ നേതൃസ്ഥാനം ആവശ്യപ്പെടുന്നതെന്നാണ്. കേരളത്തിൽ അദ്ദേഹം കൂടുതൽ സമയം ഉണ്ടാവുന്നില്ല. അല്ല, അത് പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. ഇത് കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല. ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഒരിക്കലുമല്ല. നിങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ തുറന്ന് പറയും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ എങ്കിലും അതില്ല, ഇതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ളവർ ഇന്ത്യയിലില്ലേ? ഇന്ത്യയിൽ ഇൻ്റലക്ച്വൽസ് ഇല്ലയോ? നമ്മൾ ഓർത്ത് നോക്കണം. നമുക്ക് ചന്ദ്രനിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് അടുത്ത് നമ്മുടെ സോമനാഥ് മലയാളി അല്ലയോ? എന്നാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അതല്ല, ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. കാമരാജിന് എത്ര ഇംഗ്ലീഷ് അറിയാമായിരുന്നു? എത്ര പേരുടെ ഇപ്പം നരേന്ദ്രമോദിക്ക് നമുക്കറിയാമല്ലോ. നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ കൊച്ചാക്കി പറയല്ല, അദ്ദേഹത്തെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ അദ്ദേഹം നേതാവല്ല, അദ്ദേഹം നേതാവാണ്. കാര്യമല്ല, ഗ്രാസ് റൂട്ടിൽ നിന്ന് വർത്തിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്, അല്ല നേതാവിനെ ഇമ്പോസ് ചെയ്യേണ്ടത് അല്ല. തരൂര് തനിക്ക് എല്ലാ സംവിധാനങ്ങളും കോൺഗ്രസ് നൽകിയിട്ടും തരൂർ കോൺഗ്രസിന്റെ അഭിമുഖത്തോടെ പിന്നിൽ നിന്ന് കിട്ടിയെന്ന് അഭിപ്രായമുണ്ട്. തരൂർ ഈ സമയത്ത് ഇപ്പം ഞാൻ പറയാം, കോൺഗ്രസിനോട് പല കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ആണ്. എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് നിങ്ങൾക്ക് ഓസിലെന്നെ കിട്ടിയതല്ലയോ? അപ്പം നിങ്ങൾ ഓസിൽ കിട്ടിയതല്ലയോ? പറ. മുല്ലപ്പള്ളിയും കെ മുരളീധരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പം മുല്ലപ്പള്ളി കെ മുരളീധരൻ പങ്കെടുക്കുന്നുണ്ടോ? മുല്ലപ്പള്ളിക്ക് അസൗകര്യമുള്ളതുണ്ടോ? അല്ല അല്ല KPC അതെ, അത് കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. മുല്ലപ്പള്ളിയുടെ അഭിപ്രായം അതാണ്, മുല്ലപ്പള്ളി അത് പറഞ്ഞു, അത്ര തന്നെ. എനിക്കും അഭിപ്രായം ഉണ്ട്, അത് ഞാൻ അവിടെ ICCയിലേ പറയത്തുള്ളൂ, നിങ്ങളോട് പറയത്തില്ലെന്നുള്ളേ ഉള്ളൂ. നിങ്ങളെല്ലാം സുഹൃത്തുക്കളാണെങ്കിലും എല്ലാം നിങ്ങളോട് ഞാൻ പറയും. എന്നാലും താങ്ക് യു.